സ്പെഡെക്സ് ദൗത്യത്തിൽ ഡോക്കിംഗ് വൈകുകയാണ്. രണ്ട് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 3 മീറ്റർ വരെ കുറച്ച ശേഷം വീണ്ടും അകലം കൂട്ടി. ലഭ്യമായ വിവരങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷം ഡോക്കിംഗ് നടക്കുമെന്ന് ISRO അറിയിച്ചു. VR കാർത്തിക് വിശദാംശങ്ങളുമായി ചേരുന്നു. കാർത്തിക്, എന്താണ് വിശദാംശങ്ങൾ? ISRO നൽകുന്ന വിശദീകരണം എങ്ങനെയാണ്? സജിത്ത്, ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ സുപ്രധാന നാഴികക്കല്ലാകും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സ്പേഡെക്സ് ദൗത്യത്തിന്റെ ഡോക്കിംഗ് ഇന്ന് നടക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം ഡോക്കിംഗ് ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മനസ്സിലാകുന്നു. SDX-1 ചേസർ, SDX-2 ടാർഗറ്റ് എന്നീ രണ്ട് ഉപഗ്രഹങ്ങളാണ് ഡിസംബർ 30-ന് PSLVയുടെ C-65 ലോഞ്ച് വെഹിക്കിളിൽ ഇന്ത്യ വിക്ഷേപിച്ചത്. 475 കിലോമീറ്റർ അപ്പുറത്ത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ അത് വിജയകരമായി എത്തുകയും ചെയ്തു. ഇതിന് 10 ദിവസങ്ങൾക്കുള്ളിൽ ഈ രണ്ട് ചെറു ഉപഗ്രഹങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് ഒറ്റ ഉപഗ്രഹമായി പ്രവർത്തിക്കുക, ഇതാണ് സ്പേസ്ഡെക്സ് ഡോക്കിങ്ങിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഈ ഡോക്കിംഗ് പരീക്ഷണം ഇന്ന് നടത്താനായില്ല. ആദ്യഘട്ടത്തിൽ 10 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ ഒറ്റ ഉപഗ്രഹമായി ഇതിൻ്റെ പ്രവർത്തനം നടത്താൻ ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ ജനുവരി 7-നാണ് ആദ്യ ഡോക്കിങ്ങിന് ലക്ഷ്യമിട്ടിരുന്നത്. ജനുവരി 7-ന് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ജനുവരി 9-ലേക്ക് ഇത് മാറ്റിവെക്കുകയും ചെയ്തു. അന്നും ചില സാങ്കേതിക കാരണങ്ങളാൽ ഡോക്കിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇന്ന് ISRO നൽകുന്ന വിശദീകരണം അനുസരിച്ച് ഒരു ട്രയൽ എക്സ്പെരിമെന്റ് ആണ് എന്നാണ് ISRO വിശദീകരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇരു ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയുടെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ഇന്ന് രാവിലെ കടന്നുപോയത്. ഡിസംബർ 20-ന് ഈ ഇരു ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുമ്പോൾ ഈ ഇരു ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം 20 കിലോമീറ്റർ ആയിരുന്നു. ഘട്ടം ഘട്ടമായി ഈ രണ്ട് ഉപഗ്രഹങ്ങളുടെ ദൂരം കുറച്ചു. ഏറ്റവും ഒടുവിൽ 15 മീറ്ററിൽ നിന്ന് 3 മീറ്റർ അകലത്തിലേക്ക് ഇരു ഉപഗ്രഹങ്ങളും എത്തിക്കാൻ വരെ കഴിഞ്ഞു. അതിനുശേഷമാണ് അവസാന കമാൻഡ് പക്ഷേ ഇസ്ട്രാക്കിൽ നിന്ന് നൽകിയില്ല. അതിൻ്റെ കാരണം എന്ത് എന്ന് ISRO ഇതുവരെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അപ്പോഴും 3 മീറ്റർ അകലത്തിൽ ഇരു ഉപഗ്രഹങ്ങളെയും എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് സ്പേഡെക്സിലെ ഡോക്കിംഗ് ദൗത്യം പൂർത്തിയായാൽ അത് ഇന്ത്യയുടെ പല സ്വപ്നങ്ങൾക്കും സാക്ഷാത്കരിക്കാൻ ആ ഡോക്കിംഗ് പൂർത്തിയാകേണ്ടത് നിർണായകമാണ്. കാരണം ബഹിരാകാശത്ത് സ്വന്തം നിലയിൽ ഒരു സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ചാന്ദ്രയാൻ 4 ദൗത്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഗഗൻയാൻ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഈ സ്പേഡെക്സ് ഡോക്കിംഗ് ദൗത്യം ഏറെ വിജയകരമായി പൂർത്തിയാക്കേണ്ടത് ഏറെ നിർണായകമാണ്. പക്ഷേ അവസാന നിമിഷം ഈ കമാൻഡ് ഉണ്ടായില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ ദൗത്യം തുടരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഔദ്യോഗിക വിശദീകരണം വരേണ്ടതുണ്ട്. എന്തായാലും രണ്ട് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കുറച്ച് അതിനെ ഒറ്റ ഉപഗ്രഹമായി പ്രവർത്തിക്കുകയും 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ഉപഗ്രഹം വീണ്ടും വിഭജിച്ച് 2 ഉപഗ്രഹങ്ങളായി മാറ്റുകയും ചെയ്യുക, ഇതാണ് ഈ സ്പേഡെക്സ് എക്സ്പെരിമെന്റിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചാൽ US, റഷ്യ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് ശേഷം ഇന്ത്യയും അത്തരത്തിൽ ചരിത്രപരമായ ഒരു നേട്ടം കുറിക്കുന്ന രാജ്യമായി മാറുകയും ചെയ്യും. എന്തായാലും ഇന്നും ആ ദൗത്യം പൂർത്തീകരിക്കാനായില്ല. പക്ഷേ ഈ 2 ഉപഗ്രഹങ്ങളെയും വളരെ അടുത്ത് 3 മീറ്റർ അകലത്തിൽ എത്തിക്കാൻ സാധിച്ചു. പിന്നീട് അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ ISRO പറയുന്നില്ലെങ്കിൽ കൂടിയും സുരക്ഷിതമായ അകലത്തിലേക്ക് ഈ 2 ചെറു ഉപഗ്രഹങ്ങളെയും മാറ്റുകയാണ് ഉണ്ടായത്.